ഹലോ, എല്ലാവർക്കും നമസ്കാരം. രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് പാൻ കണ്ടില്ലേ, പാനിലേക്ക് ഞാൻ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതില്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് നമ്മൾ ഓരോ ബ്രെഡ് പീസിൻ്റെയും ഇതൊക്കെ ഇത് കളയണം, ഈ ഭാഗം കളയണം കേട്ടോ. എന്നിട്ടിങ്ങനെ നമ്മൾ ഇത് അടുക്കടുക്കായിട്ട് വെക്കുക. ഇങ്ങനെ വെക്കണേ, കൃത്യമായിട്ട് നമ്മൾ വെക്കുക. 4 പീസാണ് ഞാൻ എടുത്തിരിക്കണേ. ഇപ്പോൾ തൽക്കാലം 4 പീസുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തൊക്കെ നമ്മളിത് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കണം നമുക്കത്. ഇത് കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ അങ്ങനെ വയ്ക്കാം. അപ്പോൾ റൗണ്ടായി കിട്ടാനാണ്. ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാം. എല്ലായിടത്തും നന്നായിട്ട് ഫില്ല് ചെയ്യണേ. അതിനുശേഷം നമ്മൾ ഞാൻ കുറച്ച് പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഗരം മസാല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പൊടിച്ചതാട്ടോ. അതായത് എൻ്റെ വീട്ടിലുള്ള പട്ട, ഗ്രാമ്പൂ, ജാതിപത്രിയൊക്കെ ഇവിടെ ഉള്ളതാണ്. എല്ലാം കൂടി കൂട്ടി പൊടിച്ചതാണിത്. അതുകൊണ്ട് വളരെ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. എന്നിട്ടത് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. എല്ലാം ഇട്ട് കൊടുത്തു. ഇത് ഫുള്ള് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ആക്കി കൊടുക്കാം. അതിനുശേഷം അതിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ഒരു പകുതി എടുത്തിട്ടുണ്ട്, തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്തിരി ഗ്രീൻ പീസ് അല്ല, അതിൻ്റെ പേര് ബീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇത് ഞാൻ ഉപ്പ് തിരുമ്മി വെച്ചതാണ് കേട്ടോ. ഉപ്പ് കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് ഇതിലൊന്ന് വെക്കാം. എന്നിട്ട് ഇതെല്ലാം ഇവിടെ ഇട്ട് കൊടുക്കാം. മനസ്സിലായോ എന്താ സംഭവം എന്ന്? ഇതിനാണ് പിസ്സ എന്ന് പറയുന്നത്. പിസ്സ ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നതാണ്. രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടി ഇട്ടാൽ ഉപ്പിട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ ബീറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് വെറുതെ ഇളക്കുന്നത്. എന്നിട്ടിത് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒഴിക്കണം കേട്ടോ. നമ്മൾ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തോളൂ. എല്ലായിടത്തും ഒഴിച്ച് കൊടുക്കാം. ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിത് ഗ്യാസിലേക്ക് വെക്കാൻ പോവാം കേട്ടോ. ഗ്യാസിലേക്ക് ഒന്ന് കത്തിക്കാം. ഗ്യാസ് കത്തിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അടച്ചു വയ്ക്കാം. എന്നിട്ട് ഞാനിത് വെച്ചില്ലേ. ഇനി നമുക്ക് 2 സാധനങ്ങളും കൂടി ഉപയോഗിക്കേണ്ടത്. ഇത് ചീസാണ്. ചീസ് ഇടണം നമുക്കിതിൽ. അതിപ്പോൾ ആയിട്ടില്ല, തുറന്ന് നോക്കുമ്പോൾ ഇടാം. പിന്നെ ഈ സംഭവമാണ് ഇതിന് പിസ്സ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് പിസ്സയാണ് കേട്ടോ. പിസ്സയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഇതാണ്, ഒറിഗാനോ. അപ്പോൾ ഇതും കൂടി നമ്മളിതിൽ ചേർക്കണം. അതായിട്ടില്ല, ഞാൻ പറയാം.
ഓണാക്കണം എന്നെ കാണില്ലല്ലോ. ഇതാ ബ്രെഡ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബ്രെഡ് എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ അതെങ്ങനെ എടുത്ത് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ചുരുട്ടി കൂട്ടി കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ പിരിച്ച് കഴിഞ്ഞിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ പിന്നെ എന്താ പറയുക, റബ്ബർ ബാൻഡ് ഇടും, അല്ലെങ്കിൽ പിന്നെ മറ്റേ ഇങ്ങനെ വളച്ചിടുന്ന സാധനം ഇടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇത്രയൊക്കെ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ബാക്കി ഇങ്ങനെ നമുക്ക് മറിക്കുക. ഇങ്ങനെ മറിച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ നല്ല എയർടൈറ്റ് ആയി കിട്ടും ചെയ്തു. ഒന്നും പേടിക്കാനില്ലത്. ഇതെവിടെ കൊണ്ട് വലിച്ചു പറഞ്ഞാലും ഒന്നും ആവില്ല. മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ, നമുക്കിതൊന്ന് മറിച്ചിടാം കേട്ടോ. മറിച്ചിടാൻ ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ അതാ ഈ വശമായി കഴിഞ്ഞു. കണ്ടോ? ഇതൊക്കെ ഞാൻ ചട്ടകം കൊണ്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് ഇങ്ങനെ ഇടാം. ഈ വശം നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ചീസൊക്കെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മെൽറ്റാവുന്നത് വരെ മതി. ഇനി അടച്ചു വെക്കണമെന്നില്ല. ബാക്കിയെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒറിഗാനോയും കൂടി ചേർക്കണം. ചീസിൻ്റെ കഷ്ണങ്ങളാണ് ഇത് കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന സാധനം ഇതാണ്, ചീസ്. ഇതൊക്കെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചീസ്. വെറുതെ തിന്നോളൂ. ചീസ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ തന്നെ അവർ തീറ്റ തുടങ്ങും. ചീസ് അത്ര ഇഷ്ടമാണ് ചീസ്. അപ്പോൾ ചീസ് ഇട്ടു. ഒറിഗാനോ ഞാൻ ഇതിലിങ്ങനെ വെതറും. ഇതാണ് പിസയുടെ ടേസ്റ്റ്. ഇതിന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇത് മെൽറ്റാവുന്നത് വരെ, ചീസ് മെൽറ്റാവുന്നത് വരെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ പിസ്സ റെഡിയായി. അത്രയായിട്ട് പിന്നെ നമ്മുടെ റൗണ്ടിൽ അത്ര ഇതിൽ വന്നില്ല, എന്നാലും പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലിടാനുള്ളത് ക്യാപ്സിക്കം പിന്നെ മല്ലിയില വേണമെങ്കിൽ ഇടാം. ഇത് രണ്ടും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആവും. ഇത് ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. പിസ്സ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്താലല്ലേ മറ്റുള്ളവർക്കും കൂടി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ഉണ്ടാക്കി കഴിക്കട്ടെ. വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര വിലയാണ്. അത് നമുക്ക് വല്ലപ്പോഴൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിക്കുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. ഇത് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് ഓൾ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു. ഞാനിപ്പോൾ ഇതൊന്നും ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ച് കാണിക്കാം കേട്ടോ. ഈ വശം അടിവശം അങ്ങനെ ഉണ്ട്. ബ്രെഡ് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചീസെല്ലാം മെൽറ്റായാലും നല്ല ടേസ്റ്റ് ഉണ്ട്.
കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. ഞാൻ ചീസൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാവും അത്. പിന്നെ ബ്രെഡ് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്, അത് കാരണം നല്ല ക്രിസ്പിയാണ്. താങ്ക് യു.